ഹായ് എവരി വൺ, അസ്സലാമു അലൈക്കും. ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗ്രേറ്റ്. ഞാനിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ, എല്ലാവർക്കും സുഖമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെ ഈദ് ഹോളിഡേയ്സിൻ്റെ കുറച്ച് ക്ലിപ്സ് ഞാനും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂടിയിട്ടൊരു വ്ളോഗ് ആക്കിയതാട്ടോ. അപ്പോൾ ഈദ് ഹോളിഡേയ്സ് നമുക്ക് ഇപ്രാവശ്യം 4 ദിവസമായിട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ അങ്ങനെ വലിയ പെരുന്നാളിനും ചെറിയ പെരുന്നാളിനും മാത്രമാണ് അടുപ്പിച്ച് 3-4 ദിവസം നമുക്ക് ലീവ് കിട്ടൽ. അപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾ ട്രിപ്പൊന്നും പോയില്ലേ എന്ന് കുറച്ച് പേരൊക്കെ ചോദിച്ചിരുന്നു. ഇപ്രാവശ്യം നമ്മൾ ട്രിപ്പൊന്നും പോയില്ല, പകരം നമ്മളൊരു ഹോട്ടൽ സ്റ്റേ ആട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് അൽബർഷ, ദുബായ് അൽബർഷയിലുള്ള അത്താന ഹോട്ടലാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മളൊരു സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ദിവസത്തേക്കുള്ള സ്റ്റേ ആയിരുന്നു. ഒന്ന് ജസ്റ്റ് ഒരു ചേഞ്ച് ആവാൻ വേണ്ടിയിട്ടാട്ടോ. എന്തായാലും ഒരു 4 ദിവസം നമുക്ക് അടുപ്പിച്ച് ലീവ് കിട്ടിയതാണ്. പിന്നെ പുറത്തുള്ള ആക്ടിവിറ്റീസ് ഒന്നും നടക്കില്ല, കാരണം നല്ല ചൂടാണ്. ഇവിടെ സമ്മർ സ്റ്റാർട്ട് ചെയ്തെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ സമ്മർ സ്റ്റാർട്ട് ചെയ്ത കാര്യം തന്നെ നമുക്ക് പുറത്തൊന്നും പോയി അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അത് കാരണമാണ് നമ്മളൊരു ഹോട്ടൽ സ്റ്റേ എടുത്തത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഹോട്ടൽ റൂം വരുന്നത്. അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള ഒരു റൂം തന്നെ ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല സ്റ്റോറേജ് കാര്യങ്ങളെല്ലാതും ഉണ്ട്. പിന്നെ അതൊരു റൂം ടൂറായിട്ട് ഓരോ ഡീറ്റെയിൽസും ഇങ്ങനെ എടുത്ത് പറയുന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇതിനു മുന്നേയും കുറേ ഹോട്ടൽ റൂം ടൂർസൊക്കെ കാണിച്ചിരുന്നു. അതിലൊക്കെ ഓരോ ഡീറ്റെയിൽസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു നോർമൽ സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും ഇതിലുണ്ട്. മാത്രമല്ല ഇവിടുത്തെ സ്റ്റാഫ് അടിപൊളിയാട്ടോ. നല്ല ഒരു ഹോസ്പിറ്റാലിറ്റി ഉണ്ട്, നന്നായി നമ്മളായിട്ട് മിങ്കിൾ ചെയ്യുന്നുണ്ട്. കുറേ മലയാളി സ്റ്റാഫ് ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ദുബായ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല, നമ്മൾ മുൻപും കുറേ സ്റ്റേ ചെയ്തിരുന്ന ഹോട്ടലിലൊക്കെ കൂടുതലും മലയാളി സ്റ്റാഫാട്ടോ. അപ്പോൾ നമ്മൾ മലയാളികളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ അവർ ഒന്ന് ചോദിക്കും, ആ നാട്ടിലെവിടെയാണ്, എങ്ങനെയാണ്, അങ്ങനെ ചോദിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഈ ഹോട്ടൽ നമ്മൾ ബുക്ക് ചെയ്തത് booking.com വഴിയാട്ടോ. അപ്പോൾ അതുവഴി ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല പ്രൈസിൽ തന്നെ ഹോട്ടൽ കിട്ടും. ഇപ്പം നമുക്ക് ലീവ് ആയതുകൊണ്ട് തന്നെ അറിയാമല്ലോ, എല്ലാ റിസോർട്ട്സും എല്ലാ ഹോട്ടൽസും ഫുള്ളാണ്. എല്ലാവരും ഇതുപോലെ സ്റ്റേക്കേഷനൊക്കെ എടുത്തിട്ടുള്ളതാട്ടോ. പിന്നെ അതാ ഇവിടെ ഒരു ചെറിയ ബാൽക്കണി ഉണ്ടായിരുന്നു, അവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കിയതാട്ടോ. അപ്പം നേരെ കാണുന്നത് ദുബായ് അറ്റ്ലാന്റിസ് ഹോട്ടലാട്ടോ. ഈ ഹോട്ടൽ അറിയാത്തവരാരും ഉണ്ടാവില്ല ദുബായിൽ, അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണല്ലോ. പിന്നെ അതാ നമ്മുടെ റൂമിൽ ഒരു വലിയ മിറർ ഉണ്ട്. എനിക്കിങ്ങനത്തെ ലോങ് മിറേഴ്സ് ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഞാനത് നോട്ട് ചെയ്തിരുന്നു കേട്ടോ. നമ്മൾ ടോയ്ലറ്റും എല്ലാം അടിപൊളിയാണ്. പിന്നെ ഇവിടുന്നാണ് ഞാൻ ഇതിൻ്റെ മേക്കപ്പ് ലുക്ക് വീഡിയോ ചെയ്തിരുന്നത് കേട്ടോ. മാഷാഅല്ലാ, ഇതിന് നല്ല റെസ്പോൺസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മേക്കപ്പ് ലുക്ക് വീഡിയോക്ക് ഞാൻ ഇത്രയും റെസ്പോൺസ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഞാനതൊന്ന് ഷൂട്ട് ചെയ്തിട്ടതായിരുന്നു കേട്ടോ. വായോ ഇടുവാ, അത് കയറുന്നില്ല. അപ്പോൾ ഇതാ അസബേബിനെയും ഇന്തിക്കാനെയും പുറത്ത് നിർത്തിയിട്ടാട്ടോ ഞാൻ ഇതിൻ്റെ റൂം ടൂർ എടുത്തിരുന്നത്. കാരണം ഇവരെ ഉള്ളിലേക്ക് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ റൂമിൻ്റെ അവസ്ഥ ഇതാവില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൂമിൽ എൻ്റർ ചെയ്തപ്പോൾ തന്നെയാണ് ഞാൻ റൂമിൻ്റെ വീഡിയോസ് എടുക്കൽ കേട്ടോ. കാരണം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റൂമിൻ്റെ കോലാകെ മാറിയിട്ടുണ്ടാവും. പിന്നെ നമ്മളൊരു ഉച്ച ടൈമിലാട്ടോ ഇവിടെ ചെക്ക് ഇൻ ചെയ്യുന്നത്. ഉച്ചയ്ക്ക് ഒരു 2 മണിക്കാണ് ചെക്ക് ഇൻ ചെയ്തത്. പിന്നെ കുറച്ച് നേരം നമ്മൾ റെസ്റ്റൊക്കെ എടുത്ത് അതിനുശേഷം നമ്മൾ പുറത്തേക്കൊന്ന് ഇറങ്ങാം കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് ഈ ഒരു റൂമിൻ്റെ കൂടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡിന്നർ നമ്മൾ പുറത്തുനിന്ന് കഴിക്കാമെന്നാട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ഒരു 7 മണി 8 മണി ആവുന്ന ടൈമിൽ നമ്മളൊന്ന് പുറത്ത് പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് പോവാണ്. പിന്നെ ഞാനൊരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു ആപ്പിനെ പറ്റിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഗ്രൂപ്പോൺ എന്നാണ് ആ ഒരു ആപ്പിൻ്റെ പേര്. അതിൽ നമ്മൾ ഒരുപാട് വോച്ചേഴ്സും ഒരുപാട് റെസ്റ്റോറൻറ്റ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഓരോ റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് നമുക്ക് ഡിന്നർ, ബൊഫെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ നമ്മൾ ശരിക്കും 100 ദിർഹംസിനുള്ള ഫുഡ് കഴിക്കുകയാണെങ്കിൽ 40 ദിർഹംസ് കൊടുത്താൽ മതി. 40-45 ദിർഹംസിൻ്റെ ഉള്ളിൽ കൊടുത്താൽ മതി കേട്ടോ. അത്രയും പെർസെൻറ്റേജ് നമുക്ക് ഓഫറാണ്. അത് എല്ലാ ദിവസവും ഒന്നും ഉണ്ടാവില്ല. നമ്മളങ്ങനെ നോക്കി ഇരുന്നിട്ട് ഓരോ സ്പെഷ്യൽ റെസ്റ്റോറൻറ്റ്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കിട്ടുന്ന റെസ്റ്റോറൻറ്റ്സ് ഏതാണെന്ന് നോക്കണം. അങ്ങനെ ചെയ്യുന്നൊരു സംഭവമാട്ടോ. അപ്പോൾ ഗ്രൂപ്പോൺ എന്നാണ് അതിൻ്റെ പേര്. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം. ഞാനതിൻ്റെ പ്രൊമോഷനൊന്നുമല്ല, ജസ്റ്റ് നമ്മളത് വഴി ഒരുപാട് റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കഴിച്ചത് മിനിമം ഒരു 100 ദിർഹംസിനുള്ള ഫുഡാട്ടോ കഴിച്ചത്. പിസ്സ, പാസ്ത അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ പേ ചെയ്തത് 45 ദിർഹംസാണ്. ജസ്റ്റ് ഒരു ഇൻഫർമേഷന് പറഞ്ഞെന്നാണ്. ഇങ്ങനെ ഒരുപാട് ആപ്സ് അവൈലബിൾ ആട്ടോ ദുബായിൽ. സ്മൈൽസ് അങ്ങനെയൊക്കെ നമുക്ക് അറിയാമല്ലോ ഒരുപാടുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ
അറിയുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തോട്ടോ, അത് ഉപകാരമാവുമല്ലോ എല്ലാവർക്കും. അത് കാരണം ഒന്ന് പറഞ്ഞു തന്നതാട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ പോയത് അൽബർഷയിലുള്ള ബി ലബാനിക്കാണ്. ബി ലബാൻ ഇപ്പോൾ അറിയാത്തവരായിട്ട് ആരും ഇല്ലല്ലോ, ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത്. ആ സൗദിയിലൊക്കെ ഭയങ്കര ഫേമസ് ആട്ടോ ഈ ഒരു ബി ലബാൻ ഡിസേർട്ട്സ്. ഇവർ മെയിനായിട്ട് സ്വീറ്റ്സ് ഡെസേർട്ട്സ് ആണ് ഇവരെ മെയിൻ. അപ്പോൾ ഇതിൽ നമ്മൾ ഒരുപാട് ഡെസേർട്ട്സ് കഴിച്ചിട്ടുണ്ട്, പക്ഷെ കുറേ ഇതൊന്നും ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടാത്തതുണ്ട്, കുറേ ഐറ്റംസ് നല്ല ടേസ്റ്റ് ഉള്ളതുണ്ട്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതിന്ന് മുന്നേ ഒരു മാംഗോയുടെ ഒരു ഡെസേർട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. മാംഗോ കൊഷരി എന്നാട്ടോ അതിൻ്റെ പേരുണ്ടായിരുന്നത്. പിന്നെ സൂപ്പർ ലെഗ്സ് കൊഷ്കോട്ട എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ, അത് അടിപൊളിയാണ്. അതാണ് ഇവരുടെ ഫേമസ് ഐറ്റം. ഇപ്പം നമ്മൾ മെയിനായിട്ട് കഴിക്കാൻ വന്നിരിക്കുന്നത് ഇവരുടെ ഐസ്ക്രീം നഗറ്റ്സ് ആട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്, എന്താ ഇതിൻ്റെ അവസ്ഥ എന്നൊന്നും അറിയില്ല. ഇതുപോലെ ചോക്ലേറ്റ്സ് സോസ് അല്ലെങ്കിൽ പിസ്ത സോസിൽ മുക്കിയിട്ടാട്ടോ നമ്മൾ കഴിക്കാം. ഇത് കഴിച്ചപ്പോൾ വൺ ടൈം ടേസ്റ്റ് ചെയ്യാനുള്ളതുള്ളൂ കേട്ടോ. അത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു പൊരിച്ച ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നാട്ടിലൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു സംഭവമാട്ടത്. പക്ഷെ അത്ര വലിയൊരു ടേസ്റ്റ് എന്ന് പറയാനില്ല. ഇതാണ് നമ്മുടെ ഫേവറേറ്റ് ആയിട്ട് കേട്ടോ, സൂപ്പർ ലെഗ്സ് കൊഷ്കോട്ട. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ പേര് പറയാൻ തന്നെ. സംഭവം ടേസ്റ്റ് ആട്ടോ. റൈസ് പുഡിംഗ് ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് പിസ്ത പേസ്റ്റ് അതുപോലെ തന്നെ നട്ട്സ് ഒക്കെ ഇട്ടിട്ട് അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇതെന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്താൽ മതി ഈ ബി ലബാനിന്ന്. ആൻഡ് നെക്സ്റ്റ് മോർണിംഗ് ഞാൻ രാവിലെ തന്നെ ബാൽക്കണി വന്നപ്പോൾ കണ്ട വ്യൂ ആട്ടത്. ഇതൊരു 50-60 നിലയുള്ള ബിൽഡിങ്സ് ആട്ടോ ഈ ദുബായിൽ കൂടുതലായിട്ടുള്ളത്. അവിടെ ഈ ഒരു ജോബ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവിടെ സമ്മതിക്കണം കേട്ടോ. കാരണം ഇവരുടെ ജോബ് ഇത്രയും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ പേടിയാവും. ക്യാമറയിൽ എനിക്ക് ഫുള്ളായിട്ട് ആ ബിൽഡിങ്ങിൻ്റെ ഒരു ഹൈറ്റ് കാണിക്കാൻ പറ്റുന്നില്ല, കാരണം അത്രയും ഹൈറ്റുള്ള ബിൽഡിങ്ങിൽ ഈ ഒരു റോപ്പിൽ തൂങ്ങിയിട്ടാണ് നിന്നിട്ട് ഇവർ വർക്ക് ചെയ്യുന്നത്. എന്തെന്നായാലും അതവരുടെ ജോബാണ്, നമ്മളതിനെ റെസ്പെക്റ്റ് ചെയ്യണം. പക്ഷേ ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര പേടി തോന്നുക കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനെ ഹൈറ്റൊക്കെ പേടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവരെ ഈ ഒരു ജോബ് നമ്മൾ അത്രയും റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ദുബായിൽ വന്നിട്ട് തന്നെ കേട്ടോ ഇങ്ങനത്തെ സംഭവങ്ങൾ കാണുന്നത്. നമ്മുടെ നാട്ടിലൊന്നും ഇത്രയും റിസ്ക്കി ആയിട്ടുള്ള സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടില്ല, എങ്ങനെ ക്ലീൻ ചെയ്യുന്നൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ഫുള്ളായിരിക്കുന്നത്, നമ്മൾ എത്തുമ്പോൾ തന്നെ ഒരു 9:30 മണിയായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 10:30 വരെയാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ ഒരു ഇന്ത്യൻ ഐറ്റം കണ്ടുപിടിച്ച് ചപ്പാത്തിയും സബ്ജിക്കറി ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം ബ്രെഡ് സോസേജ് അങ്ങനത്തെ സംഭവങ്ങളാട്ടോ. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിലുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ കൂടുതലായിട്ടും ഇവിടെ ഫോറിനേഴ്സ് ആട്ടോ ഉള്ളത്. ഇന്ത്യൻസിനെ കണ്ടില്ല, കുറവാണ്. ഇന്ത്യൻസിനെ കാണാൻ തന്നെ ഇല്ല കേട്ടോ. പക്ഷെ അവിടുത്തെ സ്റ്റാഫ്സൊക്കെ മലയാളീസാണ്. ബാക്കി വന്നിട്ടുള്ളവരൊക്കെ ഫോറിനേഴ്സ്, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ തന്നെയുള്ള ബാക്കിയുള്ള കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരും കുറേ പേരുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റംസ് ഒക്കെ എടുത്ത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. പിന്നെ അവിടെ ലൈവായിട്ട് ഈ ഓംലേറ്റ്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഓംലേറ്റ്സ് ഒക്കെ എടുത്ത് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കേട്ടോ. ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഈ ഇരിക്കുന്നത് സൂപ്പാട്ടോ. സൂപ്പ് വരെ ഇങ്ങനെ ചൂടോട് കൂടിയിട്ട് ആ പോട്ടിൻ്റെ അടിയിലൊക്കെ അവർ ഇൻഡക്ഷൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചൂട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ചൂട് കുറയില്ല, ഒന്ന് തണുത്ത് പോവില്ല കേട്ടോ. എല്ലാത്തിൻ്റെ അടിയിൽ ഇൻഡക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് ഒരു എഗ്ഗും ഓംലേറ്റൊക്കെ എടുത്ത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റും ഇവിടുത്തെ സ്റ്റാഫും അതുപോലെ തന്നെ റൂം സർവീസും എല്ലാം അടിപൊളിയാട്ടോ ഈ ഒരു ഹോട്ടലിൻ്റെ. പിന്നെ നമ്മളിത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് booking.com വഴിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. നല്ല അഫോർഡബിൾ പ്രൈസിലാട്ടോ നമുക്ക് ഈ ഒരു റൂം കിട്ടിയത്. കാരണം നമ്മളിത് 2 ആഴ്ച മുന്നേ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഹോളിഡേയ്സ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എത്രയോ നേരത്തെ നിങ്ങൾ ബുക്ക് ചെയ്യുന്നു അത്രയും നല്ല പ്രൈസിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈദ് ഔട്ട്ഫിറ്റ്. പിന്നെ ഈദ് മേക്കപ്പും ലുക്കൊക്കെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ ഉച്ചക്കത്തൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളൊരു ഡിന്നർ ബുഫേ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഈ ഒരു ഗ്രൂപ്പോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂപ്പൺ വെച്ചിട്ട് തന്നെ കേട്ടോ. നമ്മൾ ആ ഒരു ആപ്പ് വഴിയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കും, നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുന്നുണ്ടല്ലോ, അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്ന കാരണമാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇങ്ങനത്തെ ആപ്സ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക്
ഭയങ്കര റേറ്റ് കുറവിൽ നോർമൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്ന അതേ പ്രൈസിൽ തന്നെ നമുക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നൊക്കെ ഇങ്ങനത്തെ ബുഫേസ് ഡിന്നേഴ്സൊക്കെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മെനു ഉണ്ടായിരുന്നു. ഒരുപാട് ഐറ്റംസ് ഇല്ല കേട്ടോ. നോർമലായിട്ടുള്ള സാലഡ്സ് ഉണ്ടായിരുന്നു, പിന്നെ ഡെസേർട്ട്സ് അത്യാവശ്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ ഗീ റൈസ്, ബട്ടർ ചിക്കൻ, അതുപോലത്തെ കുറച്ച് ഗ്രേവി ഐറ്റംസും സംഭവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഡിന്നർ സെറ്റപ്പ് തന്നെയായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ഒരു ഈദ് ഹോളിഡേയ്സിത്തെ ഒരു സംഭവം വരുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് ഫാമിലി ആയിട്ടുള്ള കാര്യങ്ങൾക്കും കുറച്ച് ടൈം വേണ്ടി വന്നു. എൻ്റെ സിസ്റ്റർ ഇവിടെ ഉണ്ടായിരുന്നു, അവർ ഫാമിലി ആയിട്ടുണ്ടായിരുന്നു. അവരിപ്പോൾ നാട്ടിലേക്ക് പോയി. അപ്പോൾ അതിൻ്റെ ഒക്കെ കുറച്ചൊരു തിരക്കുണ്ടായിരുന്നു ഈ ഒരു 4 ഡേയ്സിൽ കേട്ടോ. അപ്പോൾ ആകെ നമ്മൾ 1 ഡേ ആണ് സ്റ്റേ ചെയ്തത്. പിന്നെ നമുക്ക് പെരുന്നാളായി, അപ്പോൾ അതിൻ്റെ തിരക്കായി. അപ്പോൾ അതൊക്കെ ആയിരുന്നു ഈദിൻ്റെ ഇപ്രാവശ്യത്തെ ഒരു 4 ദിവസത്തെ ഹോളിഡേയ്സ് നമ്മൾ സ്പെൻഡ് ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഹോളിഡേയ്സ് വരണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു പെരുന്നാളാവണം, അല്ലെങ്കിൽ അടുത്ത വെക്കേഷൻ എടുക്കണം. അതിൻ്റെ ഇടയിലൊന്നും നമുക്ക് ഹോളിഡേയ്സ് വരില്ല. പിന്നെ ഒരു ദിവസമൊക്കെ ആയിട്ട് നമുക്ക് ന്യൂ ഇയറിനൊക്കെ അങ്ങനെ ലീവ് വരും. പിന്നെ ഇവിടുത്തെ നാഷണൽ ഡേക്ക് നമുക്ക് ലീവ് വരും. അത്രയും ലീവാണ് നമുക്ക് ഒരു UAE കിട്ടുന്ന ഒരു ലീവ് എന്ന് പറയുന്നത് കേട്ടോ. സംഭവം എന്ത് തന്നെയാണെങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഹാപ്പി ആയിരുന്നു കേട്ടോ. ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നൊന്നും നമുക്ക് തോന്നുമല്ലോ. ഈ ഒരു റോബോട്ടിക് ലൈഫാണ് നമ്മൾ ദുബായിൽ ഒരുവിധം എല്ലാവരും ചെയ്യുന്നത്. അതിൽ നിന്ന് ഒന്ന് വ്യത്യാസമായിട്ട് ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാലല്ലേ നമ്മളൊന്ന് റിലാക്സ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു ഈദ് വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദാൻ ടേക്ക് കെയർ. Bye bye.